എന്താ പറ്റി? എന്റെ അച്ഛനെ കൊലിക്കൊടുത്തപ്പോ നിനക്ക് സമാധാനമാടി. മുത്തശ്ശന് നിന്നെ കുറിച്ചുള്ള ആ ധാരണ ഒരിക്കലും തെറ്റാൻ പാടില്ല. അമ്മുന് ഈ വിവാഹത്തിന് താല്പര്യമില്ലെന്ന് ശ്രീനാഥിനോട് ആരാ പറഞ്ഞത്? മാളു, മുത്തശ്ശൻ നിന്നോടാ ചോദിച്ചത്. മാളു, ഞാനാ പറഞ്ഞത് മുത്തശ്ശ. അമൃതേച്ചിക്ക് ഈ വിവാഹത്തിന് ഇഷ്ടമല്ലെന്ന് ഞാനാ ശ്രീഹേട്ടനോട് പറഞ്ഞത്. നീ ചെയ്തത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ മാളു? ഒരു കാര്യം കേട്ടപാടെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും അന്വേഷിക്കാതെ മറ്റൊരാളോട് ഓടിച്ചെന്ന് പറയുന്നത് ശരിയാണോ? മുത്തശ്ശ, അത് പിന്നെ അമൃതേച്ചിക്ക് കല്യാണത്തിന് താല്പര്യമില്ലെന്ന്. അങ്ങനെ ആരാ നിന്നെ പറഞ്ഞു വിശ്വസിപ്പിച്ചത്? ചോദിച്ച കേട്ടില്ലേ? അമ്മൂന് ഈ കല്യാണത്തിന് ഇഷ്ടമല്ലെന്ന് നിന്നോട് ആരാ പറയാൻ പറഞ്ഞത്? എന്നോടാരും പറഞ്ഞില്ല മുത്തശ്ശ. പിന്നെ എനിക്കത് അങ്ങനെ തോന്നി. ഓഹോ, വെറുതെ നിനക്ക് അങ്ങനെ തോന്നില്ലല്ലോ. അങ്ങനെ തോന്നണമെങ്കിൽ അതിന്റെ പിന്നിൽ വ്യക്തമായ ഒരു കാരണം ഉണ്ടാകണം. അതാണ് എനിക്കറിയേണ്ടത്. നീ എന്ത് പണിയാ മാളു കാണിച്ചേ? അയ്യോ, എന്നാലും എന്റെ ശ്രീനാഥേ, ഈ മാളു പറഞ്ഞത് അപ്പാടെ വെള്ളം തൊടാതെ വിഴുങ്ങിയല്ലോ നീ. കഷ്ടം. ആ മതി മതി, അവളെ ആരും കുറ്റപ്പെടുത്തണ്ട. മാളു പറഞ്ഞതിൽ അല്പം വാസ്തവമുണ്ട്. അമൃതയ്ക്ക് ഈ വിവാഹത്തിൽ താല്പര്യക്കുറവുണ്ടായിരുന്നു. ഉടനെ ഒരു കല്യാണത്തിന് അവൾ ഒരുക്കമല്ലായിരുന്നു. അതിന്റെ കാരണം തുടർന്നു പഠിക്കാനുള്ള അമ്മുവിന്റെ ആഗ്രഹമായിരുന്നു. വിവാഹം കഴിഞ്ഞാൽ പഠിപ്പ് മുടങ്ങുമോ എന്നുള്ള ഭയം നിമിത്തമാണ് അമ്മുവിന് ഈ വിവാഹത്തിൽ താല്പര്യക്കുറവ് വന്നത്. പക്ഷേ വിദ്യാഭ്യാസത്തിന്റെ മൂല്യം അറിയാവുന്ന ശ്രീനാഥിനെ പോലെയുള്ള ഒരാൾ അമൃതയുടെ വിദ്യാഭ്യാസത്തിന് എതിര് നിൽക്കില്ല എന്ന് എനിക്കുറപ്പുള്ളിടത്തോളം കാലം ഈ വിവാഹത്തിന് എനിക്കോ അവൾക്കോ എന്തിന് എതിർപ്പുണ്ടാകണം? മുത്തശ്ശൻ എന്നോട് ക്ഷമിക്കണം. എനിക്ക് ഒരബദ്ധം പറ്റിപ്പോയതാ. മുത്തശ്ശൻ പറഞ്ഞതാ ശരി. ശ്രീയേട്ടനോട് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നതിന് മുൻപ് കൃത്യമായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കണമായിരുന്നു. പക്ഷെ ഞാനത് ചെയ്തില്ല. സാരമില്ല, പോട്ടെ. ഇതാ സംഭവിച്ചത്. ദേ അമൃത, ഓളെ അമ്മു ഇവിടെ വാ. ഇവിടെ ഞാൻ വിളിച്ചിട്ടില്ല. മോളെ, നീ ചില കാര്യങ്ങൾക്ക് ക്ലാരിറ്റി കൊടുക്കാറുണ്ട്. അതിനാ മുത്തച്ഛൻ വിളിച്ച്. വാ വാ മോളെ.
നടക്ക്. വാ മോളെ. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയമുള്ളവർക്ക് അമ്മുവിനോട് നേരിട്ട് ചോദിക്കാം. അമ്മുവിനോട് ആർക്കും ഒന്നും ചോദിക്കാനില്ലേ? ശരി, നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ തന്നെ ചോദിക്കാം. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് നിങ്ങൾക്കും അറിയണമല്ലോ, വേണ്ടേ? മോളെ അമ്മു, വിവാഹത്തോടെ പഠനം അവസാനിപ്പിക്കേണ്ടി വരുമെന്നായിരുന്നല്ലോ നിന്റെ ഭയം. നിന്റെ ആഗ്രഹങ്ങൾക്കൊന്നും എതിര് നിൽക്കുന്ന ഒരാളല്ല ശ്രീനാഥ്. ശ്രീക്കും ബന്ധുക്കൾക്കും ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി ഞാൻ ചോദിക്കുക. ശ്രീനാഥുമായിട്ടുള്ള ഈ വിവാഹത്തിന് നിനക്കെന്തെങ്കിലും സമ്മതക്കുറവുണ്ടോ? പറ. അമ്മു, നിന്റെ മനസ്സിലുള്ളത് എന്താണെങ്കിലും തുറന്നു പറഞ്ഞോളൂ. അമ്മു, എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ല. അയ്യോ, ഈ കല്യാണം എനിക്ക് വേണ്ട. അമ്മു, നീ എന്താ ഈ പറഞ്ഞേ? നിനക്ക് സമ്മതമല്ലെന്നോ? ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് എന്റെ അച്ഛനെ നീ അപമാനിച്ചല്ലോ. രാജേട്ടാ, എന്താ ഈ കാണിക്കുന്നേ? മര്യാദയ്ക്ക് അച്ഛൻ പറയുന്ന അനുസരിച്ചോണം, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു മകളില്ല. രാജേട്ടാ പ്ലീസ്. അയ്യോ, എന്താ പറ്റിയെ? രാജേട്ടാ, അയ്യോ. ഏട്ടാ, എന്താ പറ്റിയെ? ദൈവമേ, എനിക്ക് മോനെ, എന്താ പറ്റിയെ? എന്റെ അച്ഛനെ കൊടിക്കൊടുത്തപ്പോ നിനക്ക് സമാധാനമാടി. അമ്മു, എന്താ നീ മിണ്ടാ നിൽക്കുന്നേ? മുത്തശ്ശൻ ചോദിച്ച അമ്മു കേട്ടില്ലേ?